എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നത്തെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അന്നാണ് നമ്മൾ പൊരിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക, അച്ചാർ ഐറ്റംസൊക്കെ ഇട്ട് വെക്കുന്നതുമൊക്കെ ഉത്രാടത്തിൻ്റെ അന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ മാങ്ങാച്ചാർ കുറച്ച് ദിവസം മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ അച്ചപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഏത്തക്ക ചിപ്സ് അതും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കപ്പയും വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഇഞ്ചിക്കറി ഉണ്ടാക്കും കേട്ടോ. അമ്മ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് അമ്മമ്മ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഇഞ്ചിക്കറിയാണ്. ഡീറ്റെയിൽഡായിട്ട് ജോലി കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത് മോനെടുത്ത് വന്നിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ അതിൽ പൊടികളൊക്കെ ഇട്ട് എളുപ്പം ഉണ്ടാക്കാവുന്ന തരത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറി കേട്ടോ. അപ്പം ഇഞ്ചിക്കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മാങ്ങാച്ചാറ് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞാൻ ഇട്ട് വെച്ചു, കാര്യം അതിൽ ആ പുളിയൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. മാങ്ങാച്ചാറ് നല്ല മാങ്ങ കിട്ടിയ സമയത്ത് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ദിവസം മുമ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി നാരങ്ങ, കറി നാരങ്ങയാണ് കേട്ടോ. കാന്താരിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ മുളക് പൊടിയൊന്നും ചേർക്കാതെ വെള്ളക്കിടുക എന്ന് പറയും ഞങ്ങൾ, അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ പായസമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് തൊട്ട് കൂട്ടാൻ വളരെ നല്ലതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മാങ്ങാച്ചാർ. ഞാനത് 5-6 ദിവസം മുമ്പിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ടില്ല, ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മാങ്ങാച്ചാർ. പിന്നെ അന്ന് രാത്രി ഞാനും അമ്മയും കൂടെ അത്തമൊക്കെ ഇട്ടു. നമ്മൾ രാത്രി ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് അത്തപ്പൂവൊക്കെ ഇട്ടിട്ടാണ് പോയി കിടക്കുക ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി. രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ആയിരുന്നു. അതെല്ലാ ഓണത്തിനും അങ്ങനെ തന്നെയാണ്, ഈ ഒരു മെനു ആണ് രാവിലെ. അപ്പോൾ പപ്പയും കുഞ്ഞുങ്ങളും മീനമ്മയും എല്ലാം കൂടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ അത് കഴിഞ്ഞിട്ടാണ് ഇരുന്ന് കഴിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ അവിയലിനും കൂട്ടുകറിക്കൊക്കെ അരിഞ്ഞ് വെക്കുക. നമ്മളെല്ലാം നേരത്തെ അരിഞ്ഞങ്ങ് സെറ്റ് ചെയ്ത് വെക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. പച്ചക്കറിയൊക്കെ ആദ്യം അരിഞ്ഞ് വെക്കുക, പിന്നെ തേങ്ങ ഒന്ന് തിരുമ്മി വെക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വേവിച്ച് കഷ്ണങ്ങളിലേക്ക് അരപ്പി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പടപടാന്ന് കാര്യങ്ങൾ നീങ്ങും. പ്രഥമൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. പ്രഥമൻ ഇങ്ങനെ പാവയ്ക്ക ഒഴിച്ച് തിളച്ച് വരുന്നുള്ളത്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, സദ്യക്കുള്ള എല്ലാം റെഡിയായി. ചോറ് വിളമ്പി, കറികളും എല്ലാം, കൂട്ടുകറി ഉണ്ടായിരുന്നു, വടക്കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തോരൻ, പച്ചടികൾ 2 കൂട്ടം, അവിയൽ, പിന്നെ നമ്മൾ അച്ചാറുകൾ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പ്രഥമൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇത്തവണത്തെ ഓണം അങ്ങനെ സന്തോഷകരമായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഹാപ്പി ഓണം.